ഉത്രട്ടാതി ജലോത്സവം ചരിത്ര പ്രസിദ്ധമാണ്. സാധാരണ ഓണക്കാലത്താണ് ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നടക്കുക. ഇന്നിപ്പോൾ പമ്പാനദിക്കരയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര കടവിൽ ആറന്മുള ഉത്രട്ടാതി പ്രതീകാത്മക ജലമേളയാണ് നടക്കുന്നത്. പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നിയേക്കാം, ഓണക്കാലത്ത് നടത്തുന്ന ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന് ഈ ദിനത്തിൽ എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം കരക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് ഉള്ളത്. ഗോപാലകൃഷ്ണൻ ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ ദിനത്തിൽ ഇങ്ങനെ ഒരു പ്രതീകാത്മക ജലമേള പമ്പാനദിയിൽ നടക്കുന്നത്? ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ടാണ് ഉത്രട്ടാതി ജലോത്സവം നടത്താറുള്ളത്. ഇത് ചിങ്ങമാസത്തിലാണ് നടത്തപ്പെടുന്നത്. ഈ വർഷം മലയാള മാസമായ ചിങ്ങമാസത്തിൽ 2 ഉത്രട്ടാതി വന്നതുകൊണ്ട് ആദ്യത്തെ ഉത്രട്ടാതി ദിവസം നടത്താറില്ല. രണ്ടാമത്തെ ഉത്രട്ടാതി ദിവസം വരുന്നത് കന്നിമാസത്തിലായതുകൊണ്ടാണ് സെപ്റ്റംബർ 18-ാം തീയതി ഉത്രട്ടാതി ജലമേള നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠാദിനം ചിങ്ങമാസത്തിലായതുകൊണ്ട് ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ആയതുകൊണ്ടാണ് ഇന്നൊരു പ്രതീകാത്മകമായ വള്ളംകളി നടത്താൻ പള്ളിയോട സേവാ സംഘം തീരുമാനിച്ചു. അതായത് ഇക്കുറിയും ഓണത്തിന് ശേഷം ഉത്രട്ടാതി ജലമേള ഉണ്ടായിരിക്കും. ഉത്രട്ടാതി ജലമേള സെപ്റ്റംബർ 18-ാം തീയതി നടക്കുന്നതാണ്. അന്ന് ചിങ്ങമാസത്തിൻ്റെ അവസാന നാളുകൾ ആയതുകൊണ്ടാണ് കന്നിമാസത്തിലേക്ക് 18 മാറ്റപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ പ്രതീകാത്മകമായി ജലമേള നടത്താൻ തീരുമാനിച്ചത്. എത്രമാത്രം ആവേശത്തിലാണ് കരക്കാരൊക്കെ വലിയ ആവേശത്തിലാണ്. ചിങ്ങമാസമല്ലേ, ചിങ്ങമാസം ആയതുകൊണ്ട് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതിക്കല്ലേ ജലമേള നടത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ആവേശത്തിലാണ്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾ 26 പള്ളിയോടങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്രതീകാത്മക ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുന്നത്. അത് ഇടക്കുളം പള്ളിയോടം, ഇടശ്ശേരിമല കിഴക്ക്, മാലക്കര, തെക്കേമുറി, ഇടശ്ശേരിമല, തോട്ടപ്പുഴശ്ശേരി, ലാഹ ഇടയാറന്മുള, ചിറയിറമ്പ്, ആറാട്ടുപുഴ, പുല്ലൂപ്രം, ഇടപ്പാവൂർ, മാരാമൻ, നെടുമ്പ്രയാർ, കിഴുവൻമഴി, മല്ലപ്പുഴശ്ശേരി, കോയിപ്പുറം ഉൾപ്പെടെ 26 പള്ളിയോടങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്രതീകാത്മക ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. പത്മകുമാർ സാർ, എങ്ങനെയാണ് ആറന്മുള നിവാസി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്? വലിയ പങ്കാളിത്തമൊക്കെ കാണുന്നുണ്ടല്ലോ. അല്ല, ഇത് ഇപ്പോൾ 2 ഉത്രട്ടാതി വരുന്നത് കൊണ്ടാണ്. ഉത്രട്ടാതി രണ്ടാമത്തെ ഉത്രട്ടാതി കന്നിമാസത്തിലായതുകൊണ്ടാണ് പ്രതിഷ്ഠാദിനമായിട്ടുള്ള ഇന്ന് ഇത് ആചാരപരമായിട്ട് നടത്തണം എന്ന് പള്ളിയുടെ സേവാ സംഘം തീരുമാനിച്ചത്. നാട്ടുകാരും ആ സന്തോഷത്തിൽ പങ്കെടുക്കുകയാണ്. നമുക്ക് 26 പള്ളിയോടങ്ങളാണ് ഇന്നത്തെ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. അത് മറ്റേത് സെപ്റ്റംബർ 18-ാം തീയതി നമ്മുടെ ജലോത്സവം നടക്കും. എന്തായാലും ഇന്ന് പ്രതിഷ്ഠാദിനം എന്നുള്ള നിലയ്ക്കാണ് ഈ ആചാരപരമായിട്ടുള്ള പരിപാടി നടക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഏതായാലും പതിവ് പോലെ തന്നെ ഓണക്കാലത്ത് ഉത്രട്ടാതി ജലോത്സവം ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ പ്രതീകാത്മക ആറന്മുള ഉത്രട്ടാതി ജലോത്സവമാണ് പമ്പാനദിയിൽ നടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.